അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യാസ ഉവാച ഏവമുക്ത്വാ ഗൃഹം ഗത്വാ ജയന്ത്യാ പാണിമുദ്വഹൻ തയാ സഹാവസദേവ്യാ ദശവർഷാണി ഭാർഗവ. അദൃശ്യ സർവഭൂതാനാം മായയാ സംവൃത പ്രഭു ദൈത്യാസ്തമാഗതം ശ്രുത്വാ കൃതാർത്ഥം മന്ത്രസംയുതം അഭിജഗ്മുർഗൃഹേ തസ്യ മുദിതാസ്തേ ദിദൃക്ഷവ നാപശ്യൻ രമമാണം തേ ജയന്ത്യാ സഹ സംയുതം. തദാ വിമനസഃ സർവേ ജാതാ ഭഗ്നോദ്യമാശ്ച തേ ചിന്താപരാതിദീനാംശ്ച വീക്ഷമാണാ പുനഃ പുനഃ. അദൃഷ്ട്വാ തം തു സംവൃത്തം പ്രതിജഗ്മുർയഥാഗതം സ്വഗൃഹാൻ ദൈത്യവര്യാസ്തേ ചിന്താവിഷ്ടാഭയാതുരാ. രമമാണം തഥാ ജ്ഞാത്വാ ശക്ര പ്രോവാച തം ഗുരും ബൃഹസ്പതിം മഹാഭാഗം കിം കർത്തവ്യമതഃ പരം. ഗച്ഛാദ്യ ദാനവാൻ ബ്രഹ്മൻ മായയാ ത്വം പ്രലോഭയ അസ്മാകം കുരു കാര്യം ത്വം ബുദ്ധ്യാ സഞ്ചിന്യമാനദ. തച്ഛ്രുത്വാ വചനം കാവ്യം രമമാണം സുസംവൃതം ജ്ഞാത്വാ തദ്രൂപമാസ്ഥായ ദൈത്യാൻ പ്രതി യയൗ ഗുരു. ഗത്വാ തത്രാദിഭക്ത്യാസൗ ദാനവാൻ സമുപാഹുയൽ ആഗതാസ്തേ സുരാ സർവേ ദദൃശു കാവ്യമഗ്രത.
പ്രണമ്യ സംസ്ഥിതാ സർവേ കാവ്യം മത്വാതിമോഹിതാ ന വിദുസ്തേ ഗുരോർമായാം കാവ്യരൂപ വിഭാവിനിം താനുവാച ഗുരു കാവ്യരൂപ പ്രച്ഛന്നമായയാ സ്വാഗതം മമ യാജ്യാനാം പ്രാപ്തോഹം വോ ഹിതായ വൈ അഹം വോ ബോധയിഷ്യാമി വിദ്യാം പ്രാപ്താ മമായയാ തപസാ തോഷിതഃ ശംഭുർയുഷ്മൽ കല്യാണഹേതവേ തച്ഛ്രുത്വാ പ്രീതമനസോ ജാതാസ്തേ ദാനവോത്തമ കൃതകാര്യം ഗുരും മത്വാ ജഹൃഷുസ്തേ വിമോഹിത പ്രണേമുസ്തേ മുദായുക്ത നിരാതങ്കാഗതാവ്യഥാം ദേവേഭ്യശ്ച ഭയം ത്യക്ത്വാ തസ്ഥു സർവേ നിരാമയാ. ശ്രീ ജഗദംബികായേ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ദ്വാദശോധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മീ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം അതിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം എന്നു ചൊല്ലി ജയന്തി തൻ പാണിയെ പീഡിച്ചു ശുക്രൻ. അവളൊത്തു 10 വർഷം ജീവിച്ചു മുനി. ആർക്കും കാണാൻ കഴിയാതെ മായ കൊണ്ടു മൂടി വാണു അസുരരോ ഗുരുനാഥൻ വന്നെന്നറിഞ്ഞ്. സന്തുഷ്ടരാം ദേവന്മാരോ ആശ്രമത്തിലെത്തിച്ചേർന്നു. അദൃശ്യരാം അദ്ദേഹത്തെ കണ്ടില്ലവരും. സന്തുഷ്ടരാം ദൈത്യന്മാരോ ആശ്രമത്തിലെത്തിച്ചേർന്നു. അദൃശ്യനാം അദ്ദേഹത്തെ കണ്ടില്ലവരും. അതിനാലെ ചിന്തയാലെ മനം മടുത്തതാമവർ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തിരക്കിയല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാണാൻ കഴിയാത്തതിനാൽ ഭയത്താൽ ചിന്താവിഷ്ടരായി മടങ്ങിയവരും സ്വന്തം വീട്ടിലേക്കു പോയി. ശുക്രൻ അദൃശ്യനാണെന്നും അറിഞ്ഞതാം ശക്രൻ താനും ഗുരുവായ ബൃഹസ്പതിയോടു ചോദിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. അങ്ങു അസുരന്മാരെയും മായയാൽ പ്രലോഭിപ്പിക്കൂ. ഞങ്ങളുടെ വിജയത്തിനായി ചിന്തിക്കണം. മായയാൽ ആവൃതനായി കഴിയുന്ന കാവ്യനെ പോൽ വേഷം കെട്ടി വ്യാഴഗുരു ദൈത്യരെ കണ്ടു. ബൃഹസ്പതി ഭക്തിയോടെ ദൈത്യന്മാരെ വിളിപ്പിച്ചു.
ദൈത്യന്മാരോ കാവ്യനാണെന്നു കരുതിനാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എല്ലാവരും നമിച്ചല്ലോ, കാവ്യനെന്നുറച്ചല്ലോ, മായയാൽ മോഹിതരായി ദൈത്യ സമൂഹം. ബൃഹസ്പതി പറഞ്ഞേവം, യാഗകർത്താക്കളെ തവ ക്ഷേമത്തിനായി വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. നിസ്വാർത്ഥരായി ഭജിച്ചപ്പോൾ ശംഭു നൽകിയ താംബരം, ശംഭു നൽകിയ താംബരം നിങ്ങളുടെ നന്മയ്ക്കായി അറിയിക്കാം ഞാൻ. അതു കേട്ടു സന്തോഷിച്ചു മായാരഹിതരാം ദൈത്യർ ഒരു കാര്യം നേടിയെത്തി ഹർഷിതരായി. ദുഃഖം വിട്ടു നിസ്സംശയം മോദത്തോടെ നമിച്ചല്ലോ, ദേവഭയം വിട്ടു അവർ ആശ്വസിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇന്ന് പ്രഭാഷണം ചെയ്ത് സമർപ്പിക്കുന്നു. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശുക്രാചാര്യരുടെ അടുത്തേക്ക് ദേവേന്ദ്രൻ്റെ പുത്രിയായ ജയന്തി വരുന്നു. ഞാൻ അങ്ങയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ജയന്തി പറഞ്ഞപ്പോൾ എന്നോടുകൂടി ആ ദശവർഷാണി 10 വർഷം എല്ലാവർക്കും അദൃശ്യയായി എന്നോടുകൂടി രമിക്കൂ എന്നാണ് പറഞ്ഞത്. നിന്നെ ആർക്കും കാണാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് പറഞ്ഞപ്പോൾ വ്യാസം പറയുകയാണ്, ഏവമുക്ത്വാ ഗൃഹം യാഗത്വാ ജയന്ത്യാ പാണിമുദ്വഹൻ തയാ സഹാവസദ്ദേവ്യാ ദശവർഷാണി ഭാർഗവ. അങ്ങനെ പറഞ്ഞു.
എന്നിട്ട് തൻ്റെ ഗൃഹത്തിൽ ചെന്ന് ജയന്തിയുടെ പാണി പിടിച്ചു, പാണിഗ്രഹണം നടത്തി. ആ ദേവിയോടുകൂടി തയാ സഹാവസദേവ്യ ദശവർഷാണി, ആ ഭാർഗവൻ ശുക്രാചാര്യര് 10 വർഷം അങ്ങനെ കഴിഞ്ഞു. അദൃശ്യ സർവഭൂതാനാം മായയാ സംവൃത പ്രഭു ദൈത്യാസ്തമാഗതം ശ്രുത്വാ കൃതാർത്ഥം മന്ത്രസംയുതം. ഒരു പ്രാണിക്കും കാണാനാവാത്ത വിധത്തിൽ മായയാ സംവൃത, മായയാൽ മൂടപ്പെട്ടവനായി ജീവിച്ചു. ദൈത്യന്മാരോ അദ്ദേഹം മന്ത്രങ്ങളൊക്കെ നേടി ദാ കൃതാർത്ഥനായി തിരിച്ചു വന്നു എന്ന് കേട്ട് അഭിജഗ്മുർഗൃഹേ തസ്യ മുദിതാസ്തേ ദിദൃക്ഷമ, അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് ദൈത്യന്മാരെത്തിച്ചേർന്നു. സന്തുഷ്ടരായ അവര്, കാരണം തങ്ങളുടെ ഗുരു തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അവർക്ക്. തങ്ങളുടെ ഗുരുവിനെ കാണാൻ കാത്തിരിക്കണു. നാപശ്യൽ രമമാണം തേ ജയന്ത്യാസഹ സംയുതം. എന്നാൽ ജയന്തിയോടുകൂടി രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മായയാൽ ആവൃതനായിരിക്കുന്ന അദ്ദേഹത്തെ ഇവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. തഥാ വിമനസ സർവേ, എല്ലാവർക്കും വല്ലാത്ത മനം മടുത്തു. അവര് ജാതാ ഭഗ്നോദ്യമാശ്ചത്തെ, ഉത്സാഹം കേട്ടു. ചിന്താപരാതിദീനാശ്ച വീക്ഷമാണ പുനഃപുന, ചിന്താമഗ്നരായി അത്യന്തം ദീനരായി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അദൃഷ്ട്വാ തം തു സംവൃത്തം പ്രതിജഗ്മുർയഥാഗതം സ്വഗൃഹാൻ ദൈത്യവര്യാസ്തേ ചിന്താവിഷ്ട ഭയാതുര. കാണാൻ കഴിയാതെ വന്നപ്പോൾ ചിന്താവിഷ്ടരായി അല്ലാതെ പേടിച്ച് ദൈത്യന്മാരൊക്കെ തന്നെ പ്രതിജഗ്മുർയഥാഗതം, അവരവരുടെ ഗൃഹത്തിലേക്ക് വന്ന പോലെ തിരിച്ചുപോയി. യഥാഗതം തഥാ. ഇവിടെ രമമാണം തഥാ ജ്ഞാത്വാ ശക്രപ്രോവാച തം ഗുരു. ശുക്രാചാര്യർ ഇങ്ങനെ ജയന്തിയോടുകൂടി അജ്ഞാതനായി കഴിയാണ് എന്നറിഞ്ഞ ശക്രൻ, ദേവേന്ദ്രൻ, തൻ്റെ ഗുരുവായിരിക്കുന്ന മഹാഭാഗം ബൃഹസ്പതിം, മഹാഭാഗനായിരിക്കുന്ന ബൃഹസ്പതിയോട് കിം കർത്തവ്യമതപരം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു, അന്വേഷിച്ചു. ഗച്ഛാദ്യ ദാനവാൻ ബ്രഹ്മൻ മായയാ ത്വം പ്രലോഭയ അസ്മാകം കുരുകാര്യം ത്വം ബുദ്ധ്യാ സഞ്ചിന്യ മാനദ. ഹേ ബ്രാഹ്മണ, ഹേ ബ്രഹ്മജ്ഞ, അങ്ങ് ദാനവന്മാരുടെ അടുത്ത് പോയിട്ട് അവരെ മായ കൊണ്ട് പ്രലോഭിപ്പിച്ച് ശത്രുക്കളെ സംഹരിക്കാൻ കഴിയുന്ന അങ്ങ് അസ്മാകം ഗുരുകാര്യം, ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ കാര്യങ്ങളെ നിറവേറ്റിത്തരണം. ബുദ്ധ്യാസഞ്ചിന്യമാനത, ബുദ്ധി കൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു വേണം എന്നുള്ളത് ചെയ്തു തരണേ. തച്ഛുത്വാവചനം കാവ്യം രമമാണം സുസംവൃതം ജ്ഞാത്വാ തദ്രൂപമാസ്ഥായ ദൈത്യാൻ പ്രതിയയൗ ഗുരു. ആരും അറിയാത്ത തരത്തിൽ മായയാൽ ആവൃതനായി ക്രീഡയിൽ മുഴുകിക്കഴിയുകയാണ് ശുക്രാചാര്യര്. അപ്പോൾ മനസ്സിലാക്കി ബൃഹസ്പതി, അദ്ദേഹം ശുക്രാചാര്യരുടെ വേഷത്തിൽ തന്നെ, കാവ്യന്റെ വേഷത്തിൽ തന്നെ ദൈത്യന്മാരുടെ അടുത്തേക്ക് പോയി. ഗത്വാ തത്രാതിഭക്തിയാസൗ ദാനവാൻ സമുപാഹ്വയൽ. ദാനവന്മാരെ, ആ സുരന്മാരെയൊക്കെ വളരെ ഭക്തിയോടുകൂടി അവരെയൊക്കെ വിളിച്ചു. ആഗതാസ്തേ അസുരാ സർവേ ദദൃശു കാവ്യമഗ്രത. ഇത് കണ്ട് ദൈത്യന്മാരൊക്കെ വന്നു. അപ്പോ തങ്ങളുടെ മുമ്പിൽ കാവ്യനെ കണ്ടു. പ്രണമ്യ സംസ്ഥിത സർവേ കാവ്യം മത്വാതിമോഹിത ന വിദുസ്തേ ഗുരോർമായാം കാവ്യരൂപ വിഭാവിനിം. അവരെല്ലാവരും ഗുരുനാഥനെ നമസ്കരിച്ച് മാറി നിന്നു. അത്യന്തം മോഹിതരായി അവര് എന്നാണ്. കാവ്യനാണ് എന്ന് കരുതി. ന വിദുസ്തേ ഗുരോർമായാം, കാവ്യവേഷത്തിൽ വന്ന ബൃഹസ്പതിയുടെ മായയാണ് എന്ന് കാവ്യരൂപ വിഭാവിനും, മായ കൊണ്ട് അവർക്ക് മനസ്സിലായില്ല ഇത് യഥാർത്ഥ കാവ്യനാണ്, ശുക്രനാണെന്ന് വിചാരിച്ചു. എന്നിട്ടോ അഹം വോ ബോധയിഷ്യാമി വിദ്യാം പ്രാപ്താമമായയാ തപസാ തോഷിത ശംഭുര്യുഷ്മൽ കല്യാണ ഹേതവേ. വളരെ നിസ്വാർത്ഥമായ വ്രതങ്ങളെ കൊണ്ട്,
സന്തുഷ്ടനായ ശംഭുവിൽ, ആ മഹാദേവനിൽ നിന്ന് ഞാൻ നേടിയ വിദ്യ നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി നിങ്ങളെയും അറിയിക്കാം എന്ന് പറയുകയാണ് ഇവിടെ കാവ്യൻ്റെ വേഷത്തിൽ, ശുക്രാചാര്യൻ്റെ വേഷത്തിൽ വന്ന ദേവഗുരുവായ ബൃഹസ്പതി. തച്ഛുത്വാ പ്രീതമനസോ ജാതാസ്തേ ദാനവോത്തമ കൃതകാര്യം ഗുരും മത്വാ ജഹൃഷുസ്തേ വിമോഹിത. അത് കേട്ട് ദാനവന്മാരൊക്കെ സന്തോഷിച്ചു. കാരണം അവരുടെ ഗുരുനാഥൻ തിരിച്ചു വന്നേക്കണമെന്നാണ് കരുതിയത്. മായാമോഹിതരായ അവർ ഗുരു കാര്യം നേടി വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. ജഹൃഷുസ്തേ വിമോഹിത, അവര് പ്രീതമനസഹ വളരെ സന്തോഷിച്ചു, അവർക്ക് ഹർഷമുണ്ടായി. പ്രണയമുസ്തേ മുദായുക്ത നിരാതങ്കാഗതവ്യഥ ദേവേഭ്യശ്ച ഭയം ത്യക്ത്വാ തസ്ഥു സർവേ നിരാമയ. അവരുടെ ദുഃഖമൊക്കെ തീർന്നു അല്ലേ? സംശയരഹിതരായി അവര്. നിരാതങ്കാഗതവ്യഥ, സന്തോഷത്തോടെ സംശയമില്ലാതെ അവരുടെ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന ബൃഹസ്പതിയുടെ. ദേവന്മാരിലുള്ള ഭയം ഉപേക്ഷിച്ചു. ദേവേഭ്യശ്ച ഭയം ത്യക്ത്വ തസ്ഥു സർവേ നിരാമയ, അവരാമയങ്ങളില്ലാതെ അല്ലലില്ലാതെ സ്ഥിതി ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. പലപ്പോഴും കൃത്യാന്തര ബാഹുല്യം കൊണ്ട് പല തിരക്കുകൾ, ജീവിതയാത്രയിൽ സപ്താഹം, മറ്റ് സ്വന്തം തിരക്കുകൾ, ഇത് കാരണം കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇത് കാലത്ത് അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും പറ്റാതിരുന്നത്. ഇന്നും അതുപോലെ ചില തിരക്കുകളിൽ പെട്ടു. അതുകൊണ്ടാണ് വൈകിയാണെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. ഭക്തജനങ്ങൾ സദയം ക്ഷമിക്കുക. നാളെ 13-ാമത്തെ അധ്യായം, ദേവഗുരു ചെയ്ത ദൈത്യവഞ്ചന എന്നു പേരുള്ള അധ്യായത്തോടു കൂടി നമുക്ക് അമ്മയ്ക്ക് ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസന സമർപ്പിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.